ഇറാൻ യുദ്ധം വൈകാതെ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ലോകത്തിന് ആശ്വാസമാണ്. പക്ഷേ പറഞ്ഞത് അടുത്ത നിമിഷം മാറ്റി പറയുന്ന ട്രംപിനെ എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യവുമുണ്ട്. യുദ്ധം തുടങ്ങിയത് നിങ്ങളാണ് എന്നും അതിന്റെ അവസാനം തീരുമാനിക്കുന്നത് താങ്കളാകുമെന്നും ഇറാൻ ഭരണകൂടം പറഞ്ഞതും യുദ്ധം നീളുമെന്നാണ് സൂചിപ്പിക്കുന്നത്. യുദ്ധം ചെയ്ത് അമേരിക്ക തളർന്നു എന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധരും പറയുന്നു. സാമ്പത്തികമായും സൈനികമായും അമേരിക്കയ്ക്ക് തിരിച്ചടി ഉണ്ടായി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇസ്രയേലിന്റെ കൂലിത്തല്ലുകാരനായി പ്രവർത്തിച്ച് അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടത് വലിയ തിരിച്ചടിയാണ്. ട്രംപിനെതിരെ അമേരിക്കയിൽ എതിർപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ട്രംപിന്റെ ജനപ്രീതി ഏറ്റവും താഴ്ന്ന അവസ്ഥയിലുമാണ്. യുദ്ധം എന്തിനെന്ന് ഭൂരിപക്ഷം അമേരിക്കക്കാർക്കും മനസ്സിലായിട്ടില്ല എന്ന് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി നടത്തിയ സർവേയും തെളിയിച്ചു. അതെല്ലാം പരിഗണിക്കുമ്പോഴാണ് ട്രംപ് എന്തുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു നീണ്ട യുദ്ധത്തിന് എപ്പോഴും തയ്യാറെടുത്ത് നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടങ്ങിയതായി പരിഗണിക്കാറായില്ല എന്ന തരത്തിലാണ് പ്രസ്താവനകൾ. എന്നാൽ പ്രസ്താവനകൾ മാത്രമല്ല, ചില നീക്കങ്ങളും അതിനെ സാധൂകരിക്കുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നടത്തുന്ന തിരിച്ചടിയിൽ മാറ്റം വരുത്തുകയാണ് ഇറാൻ. കാര്യമായ തിരിച്ചടി നൽകാൻ കെൽപ്പില്ല എന്ന തോന്നിച്ചെടുത്തു നിന്ന് അതിശക്തമായ മിസൈൽ ആക്രമണങ്ങൾ ദീർഘകാലം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിൽ കടുത്ത ആക്രമണമാണ് ഇസ്രായേൽ സംയുക്ത സേന അഴിച്ചുവിട്ടത്. ടെഹ്റാന് മുകളിൽ യുദ്ധവിമാനങ്ങൾ താഴ്ന്നു പറന്നതായും ഡസൻ കണക്കിന് മാരകമായ സ്ഫോടക വസ്തുക്കൾ വർഷിച്ചതായുമാണ് വിവരം. ഇറാനിൽ ഏറ്റവും തീവ്രമായ ആക്രമണങ്ങളുടെ ദിനമായിരിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം. ഭൂമി കുലുങ്ങിയതുപോലെയായിരുന്നു ആക്രമണമെന്നാണ് പ്രദേശവാസികൾ ചില മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. രാത്രിയെ പകലാക്കി മാറ്റിയ തീവ്രമായ വ്യോമാക്രമണങ്ങളായിരുന്നു ടെഹ്റാനിൽ നടന്നത്. ടെഹ്റാന് പുറമെ ഇസ്ഫഹാൻ, കരാച്ചി നഗരങ്ങളിലും ആക്രമണമുണ്ടായി. ആക്രമണത്തിന് മുൻപ് ബ്രിട്ടന്റെ വ്യോമത്താവളത്തിൽ നിന്നും B-1 ബോംബർ വിമാനങ്ങൾ പറന്നുയർന്നു. ഇവ ഇറാനിൽ പ്രയോഗിച്ചോ എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല. എന്നാൽ ഇറാൻ ഖത്തറിലെയും കുവൈറ്റിലെയും ഇറാഖിലെയും ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണവും നടത്തി. ന്റെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തേക്ക് മിസൈൽ ആക്രമണം നടത്തിയതായും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ 1 ടണ്ണിലധികം ഭാരമുള്ള അതീവ പ്രഹരശേഷിയുള്ള പോർമുനകൾ വഹിക്കുന്ന മിസൈലുകളാകും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെയും ഇസ്രായേലിനെയും ലക്ഷ്യമിടുക എന്ന് ഇറാനിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമം. വിമാനത്താവളങ്ങൾ, ബങ്കറുകൾ, തുറമുഖങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഹബ്ബുകൾ, കമാൻഡ് സെന്ററുകൾ തുടങ്ങിയ പ്രധാന സൈനിക കേന്ദ്രങ്ങളെ തകർക്കാൻ ഇതിലൂടെ സാധിക്കും. ഒരേ സമയം നിരവധി മിസൈലുകൾ തൊടുത്തുവിട്ട് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെയും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കുന്ന രീതിയിലേക്കാണ് ഇറാൻ ആക്രമണം മാറ്റുന്നത്. ഇസ്രായേലിന്റെ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ തുടങ്ങിയ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇത്തരം കൂട്ടായ ആക്രമണങ്ങൾ കൊണ്ട് സാധിക്കുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ഇറാന്റെ പുതിയ യുദ്ധതന്ത്രത്തിൽ ഖൊറം ഷഹർ 4 പോലുള്ള മിസൈലുകൾ പ്രധാന പങ്കുവഹിക്കും. വലിയ ഭാരം വഹിക്കാനുള്ള ശേഷിയും ഇടത്തരം ദൂരപരിധിയും ഈ മിസൈലുകളെ കൂടുതൽ അപകടകാരികളാക്കുന്നു. ഇസ്രയേലിലെയും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലെയും തന്ത്രപ്രധാന ആസ്തികളെ തകർക്കുക എന്നതാണ് ഇറാന്റെ പദ്ധതി. ഇറാന്റെ ഈ തന്ത്രം വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് കാരണമാകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ മിസൈൽ പ്രയോഗത്തിലെ ഈ നിലപാട് മാറ്റം പശ്ചിമേഷ്യയിലെ പ്രതിരോധ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിയെഴുതും. ഇറാന്റെ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് അമേരിക്കയും ഇസ്രയേലും. പെട്ടെന്ന് അടിച്ചൊതുക്കാം എന്ന് കരുതി സ്വയം ഒതുങ്ങേണ്ടി വരുന്ന അമേരിക്കയ്ക്ക് ഇത് അസുഖകരമായ അവസ്ഥയാണ്. ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിന് പിന്നാലെ ലോകമാകെയുള്ള സ്ലീപ്പർ സെല്ലുകളെ ഇറാൻ സജീവമാക്കിയെന്ന റിപ്പോർട്ടുകൾ അമേരിക്കയുടെ ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട്. ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കാൻ ഇറാൻ നിർദ്ദേശം നൽകിയെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ രഹസ്യ സന്ദേശം അമേരിക്കൻ ഏജൻസികൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. രഹസ്യ കോഡുകൾ വഴിയാണ് വിദേശങ്ങളിലെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കാനുള്ള സന്ദേശം ഇറാൻ കൈമാറിയത്. വിദേശങ്ങളിലുള്ള സ്ലീപ്പർ സെല്ലുകൾക്കുള്ള പ്രവർത്തന നിർദ്ദേശങ്ങളാണ് സന്ദേശത്തിൽ ഉള്ളത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിനെയോ ഇന്റർനെറ്റിനെയോ ആശ്രയിക്കാതെ ഒരു പ്രത്യേക ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ് രഹസ്യ സന്ദേശങ്ങൾ ഇറാൻ കൈമാറിയിട്ടുള്ളത്. ഇറാന് പുറത്തുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് ആവർത്തിച്ച് സന്ദേശം അയച്ചതായും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. അസാധാരണമായ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകളുടെ നിരീക്ഷണം ശക്തമാക്കാൻ ഏജൻസികൾ ആവശ്യപ്പെട്ടതായാണ് വാർത്തകൾ.
ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഭീഷണിയില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനിൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഖമനിയെ വധിച്ചതിന് ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഇന്റലിജൻസ് വിദഗ്ധർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. അമേരിക്കയിലെ ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുമെന്ന് ഇന്റലിജൻസ് വിദഗ്ധർ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. അമേരിക്കയിലെ ഹിസ്ബുള്ള, ഹമാസ് സെല്ലുകൾ അത്തരത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ് എങ്കിൽ അത് വൈകില്ല എന്ന് FBI മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ക്രിസ് സ്പെക്കർ പറഞ്ഞിട്ടുണ്ട്. യുദ്ധം തുടരുമെന്ന ഇറാന്റെ പ്രസ്താവന ഈ സന്ദേശവുമായി ചേർത്ത് വായിക്കുകയാണ് അമേരിക്കയിലെ വിദഗ്ധർ. അമേരിക്ക ഇറാനിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഭീകരവിരുദ്ധ ഏജൻസികളോടും രഹസ്യാന്വേഷണ ഏജൻസികളോടും അതീവ ജാഗ്രത പാലിക്കാനും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനും ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ കാഷ് പട്ടേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ അമേരിക്ക നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിട്ട ഓപ്പറേഷനിൽ ഇറാനിനുണ്ടായ നഷ്ടങ്ങളുടെ കണക്കും പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തകർത്തത് ഇറാനിലെ 5000-ലധികം കേന്ദ്രങ്ങളാണ് എന്നാണ് റിപ്പോർട്ട്. സംയുക്ത ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം ആണ്. ഫെബ്രുവരി 28 പുലർച്ചെയാണ് ഇറാനുമേൽ സെൻട്രൽ കമാൻഡ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ആരംഭിച്ചത്. ഇറാനിലെ 5000-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തിയതായി സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മേഖലയിൽ അടിയന്തര ഭീഷണിയാകുന്ന കേന്ദ്രങ്ങളെ മുൻഗണനാ ക്രമത്തിൽ തകർക്കാനാണ് ശ്രമിച്ചത് എന്നാണ് ഔദ്യോഗിക എക്സ് പോസ്റ്റിൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. നാവിക രംഗത്താണ് ഇറാൻ ഏറ്റവും വലിയ പ്രഹരം നേരിട്ടത്. അമേരിക്കൻ ആക്രമണത്തിൽ ഇതുവരെ 50-ലധികം ഇറാനിയൻ കപ്പലുകൾ തകരുകയോ ഭാഗികമായി നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇറാൻ നാവികസേനയുടെ കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും പുറമെ കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ആന്റി-ഷിപ്പ് മിസൈൽ സൈറ്റുകളും അമേരിക്കയെ ലക്ഷ്യമിട്ടിരുന്നു. അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെയും ബോംബറുകളുടെയും വൻ നിരയാണ് ഈ ദൗത്യത്തിനായി അമേരിക്ക അണിനിരത്തിയത്. വലിയ പേലോഡുകൾ എത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത ദീർഘദൂര സൂപ്പർസോണിക് ബോംബറായ B-1, വ്യോമ പ്രതിരോധം ഭേദിക്കാൻ കഴിവുള്ള സ്റ്റെൽത്ത് ബോംബറായ B-2, തന്ത്രപ്രധാന ബോംബ് ആക്രമണം, മിസൈൽ ആക്രമണം എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ദീർഘദൂര ഹെവി ബോംബറായ B-52 എന്നിവ ലക്ഷ്യസ്ഥാനങ്ങളിൽ കനത്ത നാശം വിതച്ചു. കൂടാതെ F-22, F-35 തുടങ്ങിയ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളും F-15, F-16, F-18 യുദ്ധവിമാനങ്ങളും ഈ ഓപ്പറേഷന്റെ ഭാഗമായി വിന്യസിക്കപ്പെട്ടു. കരയിലെ ടാങ്കുകളെയും മറ്റും തകർക്കാൻ A-10 അറ്റാക്ക് ജെറ്റുകളും നിരീക്ഷണത്തിനും ആക്രമണങ്ങൾക്കുമായി ലൂക്കാസ്, MQ-9 റീപ്പർ ഡ്രോണുകളും കടലിലെ നീക്കങ്ങൾക്കായി ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലുകളും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും പ്രയോജനപ്പെടുത്തി. ആക്രമണത്തിന് പുറമെ വ്യോമ പ്രതിരോധ മേഖലയിലും US ശക്തമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങളും THAAD ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളും പ്രത്യാക്രമണങ്ങളെ തടയാൻ സജ്ജമാക്കിയിരുന്നു. കൂടാതെ ഇറാന്റെ റഡാറുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും തകർക്കാൻ EA-18G ഇലക്ട്രോണിക് അറ്റാക്ക് വിമാനങ്ങളും US ഉപയോഗിച്ചു. രഹസ്യാന്വേഷണത്തിനായി U-2 ഡ്രാഗൺ ലേഡി, P-8 മാരിടൈം പട്രോൾ, RC-135 വിമാനങ്ങളും ഉപയോഗിച്ചു. യുദ്ധഭൂമിയിലെ ആശയവിനിമയത്തിനും ചരക്ക് നീക്കത്തിനുമായി E-2D ഹോക്കി, C-17 ഗ്ലോബ് മാസ്റ്റർ, C-130 വിമാനങ്ങൾക്കൊപ്പം ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ടാങ്കർ വിമാനങ്ങളും കപ്പലുകളും കൃത്യതയാർന്ന റോക്കറ്റുകൾ തൊടുക്കാൻ ഹൈമാസ് സംവിധാനവും ഈ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു. ദീർഘകാല നാവിക വ്യോമ പ്രവർത്തനങ്ങൾക്കായി വിമാനങ്ങൾ വിന്യസിക്കാനും പിന്തുണയ്ക്കാനും കഴിവുള്ള വലിയ യുദ്ധക്കപ്പലുകളായ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനികൾ, വ്യോമ ഉപരിതല മിസൈൽ പ്രതിരോധത്തിനായുള്ള നൂതന മിസൈലുകൾ ഘടിപ്പിച്ച മൾട്ടി മിഷൻ യുദ്ധക്കപ്പലുകളായ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ, ആളില്ലാ വിമാനങ്ങളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും രൂപകൽപ്പന ചെയ്ത കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ, കടലിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾക്ക് ഇന്ധനവും ലോജിസ്റ്റിക്സ് പിന്തുണയും നൽകുന്ന റീഫ്യൂവലിംഗ് കപ്പലുകൾ, സൈനികരെയും ഭാരോപകരണങ്ങളെയും വേഗത്തിൽ വിന്യസിക്കാൻ ഉപയോഗിക്കുന്ന C-17 ഗ്ലോബ് മാസ്റ്റർ കാർഗോ എയർക്രാഫ്റ്റ്, ടാക്ടിക്കൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് C-130, ഇറാന്റെ ആശയവിനിമയങ്ങളെയും കമാൻഡ് ശൃംഖലകളെയും തടസ്സപ്പെടുത്തുന്നതിനായി ഇലക്ട്രോണിക്സ് യുദ്ധവിമാനമായ EC-130H കോമ്പസ് കോൾ എന്നിവയും ആക്രമണത്തിന്റെ ഭാഗമായിരുന്നതായി സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇറാന്റെ തന്ത്രപ്രധാനമായ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, IRGC ആസ്ഥാനങ്ങൾ, ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ എന്നിവയാണ് ആക്രമണത്തിന് ഇരയായത്. കൂടാതെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, മിസൈലുകളുടെയും ഡ്രോണുകളുടെയും നിർമ്മാണ യൂണിറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ US ബോംബറുകൾ തകർത്തതായും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കണക്കുകൾ പുറത്തുവിട്ടത് അമേരിക്ക മാത്രമാണ് എന്നത് ശ്രദ്ധിക്കണം. കയ്യിൽ എന്തുതരം മിസൈലുകൾ ഉണ്ടെന്നോ എന്തൊക്കെ ഉപയോഗിച്ചെന്നോ ഇറാൻ പുറത്തു പറഞ്ഞിട്ടില്ല. ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലും എവിടെയൊക്കെ ആക്രമിച്ചെന്നോ ഉദ്ദേശിച്ചിടത്തൊക്കെ ആക്രമണം നടത്തിയെന്നോ ഇതുവരെ ഇറാൻ പറഞ്ഞിട്ടില്ല.
ട്രംപിനെ പോലെ വീമ്പ് പറയുന്നവരല്ല ഇറാനിൽ ഭരണം കൈയാളുന്നത്. അടിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് യുദ്ധത്തിന് മുൻപ് തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. യുദ്ധം 2ാം ആഴ്ചയിലേക്ക് നീങ്ങുമ്പോൾ ഇറാൻ പറഞ്ഞത് പ്രവർത്തിക്കുന്നു എന്ന് കാണാം. പെട്ടെന്ന് ഇറാനെ ചുരുട്ടിക്കെട്ടുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ യുദ്ധം മതിയായി എന്ന അവസ്ഥയിലേക്കെത്തി. ഇറാനിൽ ഭരണമാറ്റമോ ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കാനോ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നുമില്ല. ഈ യുദ്ധം ഇസ്രായേലിന് വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ ഇസ്രായേലിന് എന്ത് കിട്ടി? മിസൈലുകൾ ഇറാനെ കൊണ്ട് ഉപയോഗിപ്പിക്കാൻ കഴിഞ്ഞു എന്നതല്ലാതെ നഷ്ടം ഗൾഫ് രാജ്യങ്ങൾക്കാണ്. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. ഇറാൻ എപ്പോൾ വേണമെങ്കിലും അവരെ ആക്രമിക്കാം എന്ന് തെളിഞ്ഞു. സംരക്ഷണം ഉറപ്പു നൽകിയ അമേരിക്കയാകട്ടെ പതുക്കെ രംഗം വിടാൻ ഒരുങ്ങുന്നു. സുരക്ഷിത രാജ്യങ്ങളെന്ന് സ്വയം വിശ്വസിച്ച ഗൾഫ് രാജ്യങ്ങൾക്കും ഇനി സൈനിക ശക്തി ശക്തമാക്കേണ്ട അവസ്ഥ. ചുരുക്കത്തിൽ സമാധാനത്തിന്റെ ആൾരൂപമായി സ്വയം അവതരിച്ച ട്രംപ്, അതിനുവേണ്ടി ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ച ട്രംപ്, സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അവകാശമുന്നയിച്ച ട്രംപ്, 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് പറയുന്ന ട്രംപ്, ആ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് ലോകത്തെ അരക്ഷിതാവസ്ഥയിലേക്കും ആയുധ മത്സരത്തിലേക്കും തള്ളിവിടുന്നത്.